ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ മാതാ അംബിക ചൈതന്യമയീ നമ. ഓരോ ദിവസവും അതിരാവിലെ എണീറ്റ് ശരീരശുദ്ധി വരുത്തി മന്ത്രജപവും സൂര്യനമസ്കാരവുമെല്ലാമായി ദിവസം തുടങ്ങി കൃഷി ചെയ്യാനാവുന്നവർ കൃഷിയും മറ്റു പ്രവൃത്തികളുള്ളവർ അതും ചെയ്ത് നല്ല കുടുംബസ്ഥരായി എല്ലാവരും ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മുടെ ഗുരുവായ അമ്മ ലക്ഷ്യമിടുന്നത്. ശരീരത്തിന് ദോഷകരമാവാതെ കഴിയുന്നത്ര സസ്യാഹാരികളായി ജീവിക്കുന്നവരും മറ്റാർക്കും ദോഷമൊന്നും ചെയ്യാതെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് കരുതി മുന്നോട്ട് പോകുന്നവരുമായ വ്യക്തികളെയും കുടുംബങ്ങളെയും പിന്തുണയ്ക്കുക എന്നതാണ് അമ്മയ്ക്ക് ഏറെ താല്പര്യം. ആവശ്യമെങ്കിൽ രോഗചികിത്സയ്ക്കായി ഗ്രഹവൈദ്യത്തിനും ആയുർവേദത്തിനുമാണ് അമ്മ മുൻഗണന കൊടുക്കുന്നത്. കഴിയുന്നത്ര അതാണ് അമ്മ നിർദ്ദേശിക്കുന്നതും. മുൻകൂട്ടി കാര്യങ്ങൾ അറിയുന്നതും അതിന് തയ്യാറെടുക്കുന്നതും നല്ലതെന്ന് അമ്മ കരുതുന്നു. അതിന് ജന്മനക്ഷത്രവും ദശാകാലവുമെല്ലാം നോക്കി അമ്മ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. വീടിൻ്റെ വാസ്തുലക്ഷണവുമെല്ലാം നോക്കി ഫലം പറഞ്ഞു തരുമ്പോഴാണ് അമ്മ ജ്യോത്സ്യവും വാസ്തുശാസ്ത്രവുമെല്ലാം കൈകാര്യം ചെയ്യുമെന്നതും നമ്മൾ തിരിച്ചറിയാറുള്ളത്. സനാതനധർമ്മ പരിപാലനത്തിന് വീരന്മാരായ സജ്ജനങ്ങളെ സൃഷ്ടിക്കുക എന്നതാണ് ചിന്താമണി സേനാഭാരതിലൂടെ അമ്മ ലക്ഷ്യമാക്കുന്നത്. ഓരോരുത്തരെയും വിദ്യകളെല്ലാം പഠിപ്പിക്കാനാണ്, ഓരോരുത്തരെയും നല്ല ഗുരുക്കന്മാരാക്കാനാണ്, ഓരോരുത്തരെയും നല്ല കുടുംബസ്ഥരാക്കാനാണ്. അതേസമയം ഓരോരുത്തരെയും ചിന്താമണി സേനാഭാരതിൻ്റെ പ്രചാരകരാക്കാനാണ് നമ്മുടെ ഗുരുവായ അമ്മ പരിശ്രമിക്കുന്നത്. ചിന്താമണി സേനാഭാരതിൽ അംഗമാകാനുള്ള അവസരമാണ് ഇനി വരുന്നത്. നമ്മുടെ ഗുരുവായ അമ്മ കാണിച്ചു തരുന്ന ധർമ്മത്തിൻ്റെ വഴിയെ നമുക്കൊന്നും മുന്നോട്ട് പോകാം. ചിന്താമണി സേനാഭാരത് കി ജയ്.